പ്രൈസ് ലോർഡ്. ദൈവവചന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസം വർദ്ധിക്കും. വീണ്ടും ധൈര്യത്തോടെ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. പ്രിയമുള്ളവരെ, നാം ആരാധിക്കുന്ന ദൈവം, നാം വിശ്വസിക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇനി ദൈവവചന സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ വിശ്വാസത്തിൽ ഉറയ്ക്കുക, ധൈര്യപ്പെടുക. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വീണ്ടും വിശ്വസിക്കുക. നാം ചിന്തിക്കുന്ന രീതിയിലല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നാം പ്ലാൻ ചെയ്യുന്ന പ്ലാനിങ് പോലല്ല ദൈവം നമുക്ക് വേണ്ടി ഇടപെടുന്നത്. തിരുവചനം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. നമ്മുടെ വിചാരങ്ങളെക്കാൾ, നമ്മുടെ വഴികളെക്കാൾ ഉന്നതമാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉള്ള വഴികൾ, നമ്മളെക്കുറിച്ചുള്ള വിചാരങ്ങൾ. നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വഴികൾ ഉന്നതമാണ്. അതുകൊണ്ട് ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തെ കണ്ട് നിരാശപ്പെട്ടിരിക്കാതെ, ദൈവം ഇനിയും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല, എൻ്റെ പ്രാർത്ഥന വെറുതെയാണെന്ന് ഒരിക്കലും പറയരുത്, എൻ്റെ കാത്തിരിപ്പ് വെറുതെയാണെന്ന് ഒരിക്കലും പറയരുത്. നമ്മൾ വിചാരിക്കുന്ന സമയത്ത്, വിചാരിക്കുന്ന രീതിയിലല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇടപെടുന്നത്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ പ്രതീക്ഷിക്കാത്ത, ചിന്തിക്കാത്ത രീതിയിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ എനിക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് എനിക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? തിരുവചനത്തിലെ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ആ വേദഭാഗത്തിലെ ഒരു പദം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 17, 18, 19 വാക്യങ്ങൾ. യിരെമ്യാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. യഹോവയായ ദൈവത്തോട് യിരെമ്യാവ് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ വായിക്കുന്നു: അയ്യോ യഹോവയായ കർത്താവേ, നിൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായതൊന്നുമില്ല. നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. മഹത്വവും വല്ലഭത്വവും ഉള്ള ദൈവമേ, സൈന്യങ്ങളുടെ യഹോവ എന്നല്ലോ നിൻ്റെ നാമം. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തന് അവൻ്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വെക്കുന്നു. ഈ വാക്യത്തിനകത്ത് പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നു, യിരെമ്യാവ് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്: അങ്ങ് ആകാശത്തെ ഭൂമിയെ നീട്ടിയ ഭുജം കൊണ്ടും മഹാശക്തി കൊണ്ടും ഉണ്ടാക്കിയ ദൈവമാണ്. അങ്ങയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അങ്ങ് ആലോചനയിൽ വലിയവനാണ്, പ്രവൃത്തിയിൽ ശക്തിമാനാണ്. സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളോട് ആത്മനിറവിൽ ഞാൻ പറയുന്നു, നാം ആരാധിക്കുന്ന ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, തിരുവചനം പറയുന്നു, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. 2 പറയുന്നു, പ്രവൃത്തിയിൽ ശക്തിമാനാണ്. പ്രവൃത്തിയിൽ ശക്തിമാണ്. ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അത് ശക്തിയുള്ള പ്രവൃത്തിയായിരിക്കും. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് ദൈവം നമുക്ക് വേണ്ടി എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ കരുതുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുന്നത് കേട്ടോ. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നീ പറയുന്നില്ല എല്ലാം അവസാനിച്ചു, ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ല, ഇനിയൊരു സെക്കൻഡ് ചാൻസ് ഇല്ല, രണ്ടാമതൊരു ചാൻസ് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടത്തില്ലെന്ന് നീ പറയുമ്പോൾ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രവൃത്തിയിൽ ശക്തിമാനായൊരു ദൈവമുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ നിനക്ക് വേണ്ടി ഇടപെടുന്നൊരു ദൈവമുണ്ട്. എപ്പോഴും ഓർത്തോണം, ദൈവം പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് അങ്ങനെ പറയുന്നില്ല. ആർക്കു വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്?
പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം ഇടപെടുന്നു പറയുമ്പോൾ ആർക്കു വേണ്ടിയാണ്? ദൈവം ഇടപെട്ടിട്ടുള്ള വ്യക്തികളെയൊക്കെ നമ്മളൊന്ന് പഠിക്കുമ്പോൾ ഇവരൊക്കെ വിശ്വാസമുള്ളവരായിരുന്നു. ഇവരൊക്കെ ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കുന്ന വ്യക്തികളായിരുന്നു. ഇവരെല്ലാം ദൈവസന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു ചെറിയ ആയുസ്സാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാം, ആരെങ്കിലുമൊക്കെ പറയുന്ന പോലൊക്കെ ജീവിക്കാം. പക്ഷെ തിരുവചനത്തിൻ്റെ അടിസ്ഥാന പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തി മുൻപോട്ട് യാത്ര തിരിക്കാൻ തയ്യാറാണോ? ജഡത്തിൻ്റെ എല്ലാ അഭിലാഷങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട്, കർത്താവേ, അങ്ങയുടെ ഹിതത്തിനു വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് ആരൊക്കെ പറയുന്നുണ്ടോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമെന്ന സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഭക്തിയോടെ ജീവിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ ഹൃദയത്തിലുള്ള ഭക്തിയുള്ള ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ആഗ്രഹങ്ങളുടെ പിന്നിലെല്ലാം ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ: ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. നിൻ്റെ വീട്ടിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ മക്കളുടെ ജീവിതത്തിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്താ? അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയായി തീരണമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്, നീ ആഗ്രഹിക്കുന്നത്, നീ കരുതുന്നത്? നിശ്ചയമായിട്ടും പറയാം, നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നിനക്ക് വേണ്ടി ഇടപെടും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞു. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഇപ്പം ചുറ്റും കാണുന്നത് മൊത്തം ഇരുട്ടാ, നെഗറ്റീവാ, ഒന്നും നടക്കത്തില്ലെന്ന് പറയുന്നത്. പക്ഷേ ഈ വചനത്തെ ഉരുവിട്ടെന്ന് പറയാമോ? പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഭക്തിയോടെ ജീവിക്കുക, ദൈവത്തെ അനുസരിക്കുക, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. വിശ്വാസത്തിൽ ക്ഷയിച്ചു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. വിശ്വാസത്തിൽ ധൈര്യപ്പെടണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ ദൈവം ഇടപെടുമെന്ന് പറയുമ്പോൾ ബൈബിൾ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഓരോ സംഭവങ്ങളിലൂടെ വളരെ ലളിതമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അബ്രഹാമിനോട് ദൈവം തൻ്റെ വാർദ്ധക്യത്തിൽ ലഭിച്ച, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മകനെ യാഗം കഴിക്കാൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അതൊരു പരീക്ഷയായിരുന്നു. ദൈവം ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതി തുടങ്ങുന്ന വളരെ ഫേമസ് ചാപ്റ്ററാണ് ഉൽപ്പത്തി 22. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ദൈവം ടെസ്റ്റ് ചെയ്യും, ദൈവം പരീക്ഷിക്കും. നമ്മൾ അനുസരിക്കുന്നുണ്ടോ? നമ്മൾ വിശ്വാസത്തിൽ എങ്ങനെ ആയിരിക്കുന്നു? ഒരു ഞെരുക്കം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ പ്രതികരണം ദൈവം നോക്കും കേട്ടോ. എല്ലാം നല്ലതായിരിക്കുമ്പോൾ സ്വോത്രം പറയാൻ ഒരു പാടുമില്ല. മുന്നിൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോൾ, ഒരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ പിറുപിറുക്കുന്നുണ്ടോ എന്ന് ദൈവം നോക്കും. എല്ലാവരും കുറ്റം പറയുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ എന്ന് ദൈവം നോക്കും. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചെങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവം ടെസ്റ്റ് ചെയ്യും. ദോഷങ്ങളാൽ ദൈവം ഒരിക്കലും പരീക്ഷിക്കത്തില്ല. പ്രലോഭനങ്ങൾ കൊണ്ടുവന്ന് ദൈവം ഒരിക്കലും പരീക്ഷിക്കത്തില്ല. ദൈവം പരീക്ഷിക്കുന്നത് നമ്മൾ തികവുള്ള വ്യക്തികളായി തീരാൻ വേണ്ടിയാണ്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു കേട്ടോ. ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ ദൈവം നിന്നെ പരീക്ഷിക്കുന്നതാണെന്ന് നീ തിരിച്ചറിയണം. കഷ്ടതയ്ക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. കഷ്ടതയ്ക്കപ്പുറത്ത് ദൈവം വെച്ചിരിക്കുന്ന ഒരു മഹത്വം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. അബ്രഹാമിനെ ഈ പരീക്ഷയിലൂടെ കടത്തിവിട്ടപ്പോൾ അബ്രഹാം ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് അനുസരിച്ചാണ് ആ പരീക്ഷ പാസ്സായത്. അബ്രഹാമിനോട് വാർദ്ധക്യത്തിൽ ലഭിച്ച മകനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ അതിരാവിലെ എഴുന്നേറ്റ് വളരെ ഒരുക്കത്തോടെ മകനെയും കൂട്ടിക്കൊണ്ട് കഴുതയ്ക്ക് കോപ്പിട്ട് അദ്ദേഹം യാത്ര തിരിക്കുകയാണ്. യാത്ര തിരിച്ചത് ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടാണ് കേട്ടോ. അനുസരിച്ചത് കൊണ്ട് തനിക്ക് ഏറ്റവും സ്നേഹമുള്ള കാര്യത്തെ ദൈവത്തിന് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒട്ടും മടി കൂടാതെ പൂർണ്ണമായി അനുസരിച്ചു. പൂർണ്ണ അനുസരണവും പൂർണ്ണ സമർപ്പണവും പൂർണ്ണ വിശ്വാസവും ഉൽപ്പത്തി 22 അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിച്ചത്, അവർ ഇരുവരും ഒന്നിച്ച് നടന്ന് ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി. ദൈവം കൽപ്പിച്ച സ്ഥലത്ത് അവരെത്തി. അതിനകത്തൊരു ദൂത് മറഞ്ഞു കിടപ്പുണ്ട്. നീ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലം ദൈവം കൽപ്പിച്ച സ്ഥലമാണ്. അതൊരു പക്ഷേ നീ ജോലിക്കായിട്ട് ആയിരിക്കുന്ന സ്ഥലമായിരിക്കാം,
നീ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന സ്ഥലമായിരിക്കാം, നിന്നെ വിവാഹം പറഞ്ഞ് അയച്ച സ്ഥലമായിരിക്കാം. അതിൻ്റെ പിന്നിൽ ദൈവം കൽപ്പിച്ച സ്ഥലത്താണോ നീ എത്തിയിരിക്കുന്നത്? ദൈവം ആയിരിക്കുന്ന സാഹചര്യത്തിനകത്ത് പിന്നിൽ ഒരു ദൈവശബ്ദം ഉണ്ടോ? ദൈവശബ്ദം അനുസരിച്ചാണോ നീ സ്റ്റെപ്പ് എടുത്ത് വെച്ചത്? അതൊരു പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച ഗൈഡൻസ് ആയിരിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന സ്ഥലത്തേക്ക് അവരെ അയക്കി, ഇന്ന കോഴ്സ് എടുക്കുന്നത് ദൈവം പറഞ്ഞിട്ടാണോ? ഏതെങ്കിലും വിവാഹാലോചനയ്ക്ക് വേണ്ടി നീ കൈ കൊടുത്തത് ദൈവം പറഞ്ഞിട്ടാണോ? ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ദൈവം പറഞ്ഞ സ്ഥലത്താണോ നീ ഇപ്പോൾ ആയിരിക്കുന്നത്? 100% ബൈബിൾ തരുന്ന ഉറപ്പുണ്ട്. നീ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട. മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ, ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട. ആ വിവാഹത്തിൻ്റെ പിന്നിൽ, ആ കോഴ്സിൻ്റെ പിന്നിൽ, ആ ഒരു കാര്യത്തിൻ്റെ പിന്നിൽ, ആ ഒരു ഡിസിഷൻ്റെ പിന്നിൽ ദൈവം പറഞ്ഞിട്ടാണോ നീ ചെയ്തത്? ഒരു കാരണവശാലും നിരാശപ്പെടണ്ട. പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. ആമേൻ. ദൈവം കൽപ്പിച്ച സ്ഥലത്തെത്തി. ദൈവം കൽപ്പിച്ച സ്ഥലത്ത് ദൈവത്തെ അനുസരിച്ച വിശ്വാസമുള്ളവൻ എത്തിയപ്പം പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അബ്രഹാമിന് വേണ്ടി ദൈവം അവിടെ കരുതിയത്. പ്രതീക്ഷിക്കാത്ത രീതിയിലാണെന്ന് മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത സമയത്താണ് ദൈവം പ്രവർത്തിച്ചത്. അബ്രഹാം മകനെ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിൻ്റെ മേൽ വിറകിൻ്റെ മീതെ കിടത്തി. വിറകൊക്കെ സെറ്റ് ചെയ്ത് മകനെ ഈ വിറകിൻ്റെ മേളിൽ കിടത്തി യാഗം കഴിക്കാനായിട്ട് പോവുക. അടുത്ത നിമിഷം ഒരുപക്ഷെ ഈ മകൻ കൊല്ലപ്പെടും. പക്ഷെ അബ്രഹാമിന് ആ ലാസ്റ്റ് സെക്കൻഡ് വരെ വിശ്വാസം ഉണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെൻ്റ് വരെ വിശ്വാസത്തോടെ നിൽക്കാവോ? നീ കാണുന്നത് ദൈവപ്രവൃത്തിയാണ്. ദൈവം ഒരുക്കുന്ന നന്മ നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണും. ദൈവം കൊണ്ടുവരുന്നത് നീ കാണും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ലാസ്റ്റ് മൊമെൻ്റ് വരെ അനുസരണത്തോടായിരിക്കണം. ആ ലാസ്റ്റ് മൊമെൻ്റ് വരെ വിശ്വാസത്തോടു കൂടിയായിരിക്കണം. ആ ലാസ്റ്റ് മൊമെൻ്റ് വരെ സമർപ്പണത്തോടെ ആയിരുന്നു നീ കാണും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തി. യാഗപീഠത്തിൻ്റെ മുകളിൽ മകനെ കിടത്തിയിട്ട് ഇങ്ങനെ 22-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, പിന്നെ അബ്രഹാം കൈ നീട്ടി തൻ്റെ മകനെ തൻ്റെ മകനെ അറുക്കേണ്ടതിനെ കത്തിയെടുത്തു. കണ്ടോ? നിങ്ങളിന്ന് സങ്കല്പിച്ചേ, യാഗപീഠം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, മുകളിൽ മകനെ കിടത്തിയിരിക്കുന്നു, കത്തി കയ്യിലെടുത്ത് വെക്കുമ്പോൾ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന് പറയും, അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവെക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിൻ്റെ ഏകജാതനായ മകനെ തിരുവാൻ നീ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നുവെന്ന് പറഞ്ഞു. 13-ാം വാക്യം, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപ്പെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്നുവരെ പറഞ്ഞു വരുന്നു. നോക്കിക്കേ, ദൈവം പറഞ്ഞ സ്ഥലത്ത് പൂർണ്ണ വിശ്വാസത്തോടെ, പൂർണ്ണ സമർപ്പണത്തോടെ ദൈവത്തെ അനുസരിച്ചു പോയ അബ്രഹാം മകൻ കൊല്ലപ്പെടേണ്ട കാഴ്ച കാണേണ്ട വന്നില്ല. ആ ലാസ്റ്റ് മൊമെൻറ്റിൽ അബ്രഹാം പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവത്തിൻ്റെ കരുതൽ ആ സ്ഥലത്ത് അബ്രഹാം കണ്ടു. ദൈവം കൽപ്പിച്ച സ്ഥലത്താണ് നീ ആയിരിക്കുന്നതെന്ന് 100% വിശ്വാസമുണ്ടോ? പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി, ഒരത്ഭുതം നിൻ്റെ കണ്ണുകൊണ്ട് നീ കാണും. അബ്രഹാം ഒരുപാട് അലയേണ്ട വന്നില്ല കേട്ടോ. ഈ ദൈവശബ്ദം കേട്ട് ബാലൻ്റെ മേൽ കൈവെക്കരുന്നുള്ള ദൈവശബ്ദം കേട്ടപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെ, അബ്രഹാം തലപൊക്കി നോക്കി, ജസ്റ്റ് തലപൊക്കി നോക്കിയപ്പോൾ കാണുക ഒരാട്ടുകൊറ്റൻ പിമ്പുറത്ത്, ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപ്പെട്ട് കിടക്കുന്നത് കണ്ടു. അതാ എപ്പോഴും ഓർക്കണം, ദൈവം തുറന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ദൈവത്തെ അനുസരിച്ച് മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അലയേണ്ട വരത്തില്ല, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട വരത്തില്ല. ദൈവത്തെ അനുസരിച്ച് പോകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം പ്രവർത്തിക്കും. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു ഹെരോദാവ്. അടുത്തോ പത്രോസ് കൊല്ലപ്പെടുമെന്ന് 101% ഉറപ്പാണ്. പക്ഷെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊല്ലേണ്ടുന്നതിൻ്റെ
കൊല്ലാൻ നിശ്ചയിച്ചതിൻ്റെ തലേ രാത്രി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി. ലാസ്റ്റ് മിനിറ്റ് ഡെലിവറൻസ് ദൈവം പത്രോസിന് വേണ്ടി അയക്കുക. വാഗ്ദത്തമുള്ള വിളിയുള്ള ദൈവപദ്ധതി പെൻഡിങ്ങായി കിടക്കുന്ന ദൈവപ്രവർത്തികൾ ഇനി നിറവേറാൻ കിടക്കുന്ന പത്രോസിൻ്റെ ജീവിതത്തിൽ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ലാസ്റ്റ് സെക്കൻഡിൽ ദൂതൻ ഇറങ്ങി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവം നിനക്ക് വേണ്ടി ഇടപെടും. മറ്റൊന്ന്, പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കേട്ടോ. പ്രവൃത്തിയിൽ ശക്തിമാനാണെന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങളെന്ന് പറയുമ്പോൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികളെന്ന് പറയുന്നത്, പ്രതീക്ഷിക്കാത്ത നമ്മൾ ഒരുപാട് വ്യക്തികളിൽ പ്രതീക്ഷ അർപ്പിച്ച് പലപ്പോഴും ജീവിക്കാറുണ്ട്. ഇന്ന ആൾ സഹായിക്കും, ഇന്ന വ്യക്തി സഹായിക്കുമെന്ന് പലരിലും പ്രതീക്ഷ വെക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതീക്ഷ വെച്ചവരൊന്നും നമ്മൾ ഹെൽപ്പ് ചെയ്യത്തില്ല. എന്നാൽ ദൈവം ഒരുക്കിയ വ്യക്തികൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരായിരിക്കും. ഏലിയാവ് ഈ പറയുന്ന പോലെ ദൈവത്തെ അനുസരിച്ച് ദൈവം ഒളിച്ചിരിക്കാൻ പറഞ്ഞപ്പോൾ നല്ല മിനിസ്ട്രി ഉള്ള ആളായിരുന്നു. ഒളിച്ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഒളിച്ചിരുന്നവൻ ദൈവം പറഞ്ഞിട്ടാണ് ഒളിച്ചിരുന്നതെങ്കിൽ എന്നും ഒളിച്ചിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പുറത്ത് കൊണ്ടുവരുന്ന ഒരു ടൈമുണ്ട്. ആമേൻ. പുറത്ത് കൊണ്ടുവരുന്ന സമയത്ത് ദൈവം പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ കെരിത്ത് തോട്ടിൽ നമുക്കറിയാം, കാക്കയെ അയച്ചാണ് ദൈവം ഏലിയാവിന് അപ്പം ഇറച്ചിയും കൊടുത്തത്. അവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ ശേഷം സാരെഫാത്തിലേക്ക് ചെന്ന് അവിടേക്ക് പാർക്കാൻ പറയുന്ന ഒരു അനുഭവം 1 രാജാക്കന്മാർ 17:9 അവിടെ ദൈവം പറയാണ്, നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ചിന്തിച്ചാണ്, വിധവ നല്ല ധനമുള്ള പണമുള്ളൊരു വിധവയായിരിക്കും എന്നൊരു പക്ഷേ മാനുഷികമായി ചിന്തിച്ചിരുന്നേക്കാം, അറിയില്ല. എന്നാൽ എലിയാവ് അങ്ങനെ എഴുന്നേറ്റ് സാരെഫാത്തിലേക്ക് പോയി. പട്ടണവാതിക്കലെത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറേ വെള്ളം കൊണ്ടുവരണേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പം കൂടെ നിൻ്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിനവൾ, നിൻ്റെ ദൈവമായ യഹോവയാണേ, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവും ഇല്ല. ഞാനിതാ 2 വിറക് പിറക്കുന്നു. ഇത് കൊണ്ട് ചെന്ന് എനിക്കും മകനു വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുന്നു. നോക്കിക്കേ, ദൈവം എലിയാവിനോട് പറയുക, ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇത് വിധവ അറിയുന്നില്ല. വിധവ പോലും അറിയാതെ വിധവ ഏലിയാവിന് വേണ്ടി അവിടെ അപ്പവും വെള്ളവും ഒരുക്കി കൊടുക്കുകയാണ്. വിധവയുടെ വായിൽ നിന്ന് കേട്ട വാക്ക് കണ്ടോ, ഞങ്ങൾ മരിക്കാതിരിക്കുക, ഞങ്ങളുടെ കയ്യിൽ അപ്പവും വെള്ളമൊന്നുമില്ല, ഇപ്പം തീരാറായിരിക്കുക, ഒന്നുമില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയിലൂടെ ദൈവം ഏലിയാവിന് വേണ്ടി കരുതിയത്. മാനുഷികമായി നീ നോക്കിയാൽ ഏലിയാവിനെ കരുതുവാൻ, ഏലിയാവിന് ഫുഡ് കൊടുക്കുവാൻ, ഏലിയാവിനെ സഹായിക്കാൻ ഈ വിധവയ്ക്ക് കഴിയില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം പ്രവർത്തിക്കുന്നത് എപ്പോഴും അങ്ങനെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ. ഇന്നീ വചനം കേൾക്കുമ്പോൾ, ഇന്നീ ശബ്ദം കേൾക്കുമ്പോൾ ഇത് എന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു തീരുമാനമെടുക്കുക. ദൈവം കൽപ്പിച്ച സ്ഥലത്താണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ദൈവത്തോട് അനുസരണക്കേട് ഞാൻ കാണിച്ചിട്ടില്ല. എൻ്റെ ഹിതത്തിനും എൻ്റെ മോഹങ്ങൾക്കും എൻ്റെ ഇച്ഛകൾക്കും അനുസരിച്ച് ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല. അബ്രഹാമിനെ പോലെ, ഏലിയാവിനെ പോലെ ദൈവം പറഞ്ഞ സ്ഥലത്ത് ദൈവത്തെ അനുസരിച്ച് പൂർണ്ണമായും ദൈവത്തോട് ചേർന്നിരുന്നാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് ഉറപ്പുണ്ടോ? 100% ബൈബിൾ തരുന്ന ഉറപ്പ്. തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കും. നേരോടെ നടക്കുന്നവർക്കൊരു നന്മയ്ക്കും മുടക്കം വരത്തത്തില്ല. ആമേൻ. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് വിശ്വാസത്തോടെയായിരുന്നു അപ്രതീക്ഷിത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യട്ടെ. കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങ് പ്രവൃത്തിയിൽ വലിയവനാണല്ലോ, ശക്തിമാനാണല്ലോ. അങ്ങയുടെ പ്രവൃത്തി ഞങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നതിനേക്കാളും വലുതാണല്ലോ. അങ്ങയുടെ വഴികളും അങ്ങയുടെ വിചാരങ്ങളും ഞങ്ങളുടെ വഴികളേക്കാൾ, ഞങ്ങളുടെ വിചാരങ്ങളെക്കാൾ ഉന്നതമാണല്ലോ. അങ്ങ് കൽപ്പിച്ച സ്ഥലത്ത് പാർക്കാൻ, അങ്ങ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ,
അങ്ങേ അനുസരിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ. പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ, പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്രതീക്ഷിത കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ശിരസിലെ ഓരോ മുടിയും എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് വചനത്തിൽ വായിക്കുന്ന പോലെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അങ്ങ് ഞങ്ങളെ കരുതുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കുന്നു. വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അങ്ങയുടെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ അങ്ങ് അനുവദിക്കരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശബ്ദം കേട്ട സകല വ്യക്തികളെയും അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ട് നന്ദി. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.